എനിക്ക് ഷെർലോക്ക് എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളാണ്. അതായത് പണ്ടിങ്ങനെ ആർത്തർ കോനൻ ഡയലിന്റെ ഷെർലോക്കിന്റെ 10 കഥകൾ, 5 കഥകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു. ഓരോ കഥയും ഓരോ കേസുകളാണ്. ഞാനത് മിക്കതും ചെറുപ്പത്തിൽ വാങ്ങി കുത്തിയിരുന്ന് വായിച്ചതുമാണ്. പിന്നെ അത് കഴിഞ്ഞ് സിനിമ വന്നു, സീരീസുകൾ വന്നു. സോ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള കുറ്റാന്വേഷകരുടെ കാര്യം പറയുമ്പോൾ ആദ്യം വരുന്ന പേരും ഷെർലോക്ക് ഹോംസിന്റെ ആയിരിക്കും. ഒരുപക്ഷെ മിക്ക അത്രയുള്ള ലവേഴ്സിന്റെയും പുള്ളിയുടെ പേരായിരിക്കും ആദ്യം വരിക. അപ്പോൾ ഹോംസിന്റെ പുതിയ സീരീസ് അല്ലെങ്കിൽ സിനിമകളൊക്കെ വരുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പൊ പ്രൈം വീഡിയോയിൽ പുതുതായിട്ട് വന്ന സീരീസ് ആണ് യങ് ഷെർലോക്ക്. ഗൈ റിച്ചിയാണ് ഇതിന്റെ സംവിധായകൻ. ഹീറോ ഫയൻസ് ടിഫിൻ ആണ് ഇതിൽ ഷെർലോക്ക് ഹോംസിന്റെ വേഷം ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ഷെർലോക്ക് ഹോംസിന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. 19 വയസ്സുള്ളപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഷെർലോക്കിനെ അവന്റെ ചേട്ടൻ മൈക്രോഫ്റ്റ് കൊണ്ടുചെന്നാക്കുന്നതും അവിടെ നടക്കുന്ന ഒരു കൊലപാതകവും അതിന്റെ അന്വേഷണത്തിൽ തുടങ്ങി പിന്നെ ഇങ്ങനെ മിസ്റ്ററി ഇങ്ങനെ ഒരു ചെയിൻ പോലെ നീണ്ടുപോകുന്നതും ഒക്കെയാണ് ഈ സീരീസ് പറയുന്നത്. സോ ഒന്നല്ല, ഒരുപാട് മിസ്റ്ററീസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ആദ്യത്തെ എപ്പിസോഡിൽ ഒരു കേസ് ആയിരിക്കും, പക്ഷെ അത് ചെന്ന് എത്തിക്കുന്നത് അതിന്റെ ബാക്കിയിലേക്കാണ്, അതായത് വേറൊരു മിസ്റ്ററിയിലേക്കാണ്. അങ്ങനെ മൊത്തം ഇതിന്റെ മിസ്റ്ററി സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് ഈ സീരീസ് എന്ന് പറയാം. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടുമാണ് സീരീസ് അങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഡയറക്ഷന്റെ പ്രത്യേകത സീരീസിന്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. സോ ഗൈ റിച്ചിയുടെ മേക്കിങ്ങിന്റെ ഗുണം നമുക്കിതിൽ കാണാൻ പറ്റും. പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ അറിയാവുന്നവർക്ക് അറിയാം. ആക്ഷൻ രംഗങ്ങൾക്ക്, ചില ഷോർട്സിനൊക്കെ പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടച്ച് അത് ഇതിലും കാണാൻ നമുക്ക് പറ്റും. അത് ഇതിന്റെയും പ്രത്യേകത തന്നെയാണ്. സോ ഒരു സിനിമ കാണുന്ന ആ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട് ഇതിന് എന്ന് പറയാം. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നും. അതുകൊണ്ട് തന്നെ ഇമോഷണലി കഥയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസ് പറയുമ്പോൾ ഷെർലോക്ക് ആയിട്ട് വരുന്നത് ഹീറോ ഫയൻസ് ടിഫിൻ ആണ്. നൈസ് ആയിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. ആള് ഷെർലോക്ക് ആണെങ്കിലും ഒരുപാട് ബാലാരിഷ്ടതകളൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. പുള്ളിയുടെ ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെതായ ചില പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ പുള്ളിയുടെ നിരീക്ഷണ പാഠവും മിസ്റ്ററി സോൾവ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ നൈസായിട്ട് കഥയിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഹീറോ അത് നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ഫിൻ ആണ് ഷെർലോക്കിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ഇതില് ജെയിംസ് മോറിയാർട്ടി എന്ന കഥാപാത്രമായിട്ട് വരുന്നത്. ഭാവിയിൽ ഇവർ എന്തായിട്ട് മാറും എന്നുള്ളതൊക്കെ ഷെർലോക്കിന്റെ കഥകളൊക്കെ വായിച്ചിട്ടുള്ളവർക്കും സീരീസ് കണ്ടിട്ടുള്ളവർക്കും ഒക്കെ അറിയാമായിരിക്കും. ഇതിൽ ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നൈസ് ആയിരുന്നു. അതുപോലെ രണ്ടുപേരും ഒപ്പിക്കുന്ന ചില തമാശകളൊക്കെ കണ്ടിരിക്കാൻ ഇങ്ങനെ രസമാണ്. സെയിൻ സെങ് ആണ് ഇതിൽ പ്രിൻസസ് ഷ്വാൻ ആയിട്ട് വരുന്നത്. നിഗൂഢമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആക്ഷൻ ഒക്കെ കിടുവായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പുള്ളിക്കാരി കൊള്ളാമായിരുന്നു. അതുപോലെ ഷെർലോക്കിന്റെ അമ്മയായിട്ട് വന്ന നടാഷ മാക്കലോണിന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെയും ഫേവറേറ്റ് കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് പുള്ളിക്കാരി മാറും. അതുപോലെ തന്നെ ഷെർലോക്കിന്റെ ചേട്ടനായിട്ടുള്ള മൈക്രോഫ്റ്റ് ഹോംസ് ആയിട്ട് വരുന്നത് മാക്സ് ഇയോൺസ് ആണ്. പുള്ളിയും നൈസ് ആയിരുന്നു. അതുപോലെ അച്ഛൻ സൈലസ് ഹോംസ് ആയിട്ട് വരുന്ന ജോസഫ് ഫൈൻസും കൊള്ളാം. ഇതിൽ അച്ഛനായിട്ടാണ് അഭിനയിച്ചതെങ്കിലും റിയൽ ലൈഫിൽ ഷെർലോക്ക് ആയിട്ട് അഭിനയിച്ച ഹീറോ ഫയൻസിന്റെ അമ്മാവനാണ് പുള്ളി. മറ്റു കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ കഥയിൽ ആവശ്യത്തിന് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡിലും ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ക്യാമറ, പ്രത്യേകിച്ച് ഗൈ റിച്ചിയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള കുറേയധികം ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നൈസ് ആണ്. ആക്ഷൻ കൊറിയോഗ്രഫിയും കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, കളർ ടോണ്, പിന്നെ പീരിയോഡിക് ഫിലിം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനും കോസ്റ്റ്യൂംസും ഒക്കെ നൈസ് ആണ്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ആൻഡ് VFXും കൊള്ളാം. പിന്നെ നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരു അധിഗംഭീരം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ വാവ് എന്ന് പറയാവുന്ന മൊമെന്റ്സ് ഒന്നും ഇതിലില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാം. കുറെ കാര്യങ്ങളൊക്കെ ക്ലീഷേ ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള വഴികളിലൂടെയാണ് ഇതിലും പോകുന്നത്. പിന്നെ ഇതിലെ നായകൻ ഷെർലോക്ക് ആണെന്ന് പറയാമെങ്കിലും പുള്ളിയേക്കാൾ സ്ട്രോങ് ആയിട്ടാണ് മറ്റ് ക്യാരക്ടേഴ്സ് ചിലപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇപ്പൊ അവന്റെ ചേട്ടൻ, അവന്റെ അമ്മ ഒക്കെ. സോ ഇത് മാത്രമല്ല, പലയിടങ്ങളിലും ഷെർലോക്ക് കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അതേസമയം ചിലപ്പോൾ പുള്ളി കിടുവാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. സോ ഈ ഒരു മിക്സഡ് ഫീലിംഗ് നായകനോട് തോന്നുന്നത് ഇതിന്റെ ഒരു ചെറിയ പോരായ്മയായിട്ടും പറയാം. ചിലപ്പോ അടുത്ത സീസണുകളിലൊക്കെ മാറുമായിരിക്കും. പിന്നെ യങ് ഷെർലോക്ക് ആണല്ലോ, പുള്ളിയെല്ലാം ഇങ്ങനെ വീണുയർന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ മൊത്തത്തിൽ നല്ലൊരു മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് യങ് ഷെർലോക്ക്. ഔട്ട്സ്റ്റാൻഡിങ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരം ഷെർലോക്ക് കഥകളൊക്കെ വായിച്ചിട്ടുള്ള, ഒരുപാട് ഷെർലോക്ക് സിനിമകളൊക്കെ കാണുന്ന, സീരീസ് ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു സ്റ്റൈൽ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ സീരീസ് നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. 46 മിനിറ്റ് മുതൽ 55 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഈ സീസണിലുള്ളത്. ഇംഗ്ലീഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇതിന്റെ മലയാളം ഡബ്ബിങ്ങും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഡീസെന്റ് ആയിട്ടുള്ള ഡബ്ബിങ്ങും ആണ്. 18+ അല്ല, ചെറിയൊരു കിസ് സീൻ മാത്രമേ ഉള്ളൂ. സോ എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.